നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? ഉസ്താദേ ഖബർ സംസാരിക്കുമോ? എടോ ഖബറിന് നാവുണ്ടോ? നീ സംസാരിക്കുമല്ലോ, ഞാൻ സംസാരിക്കുമല്ലോ. നമ്മൾ സംസാരിക്കുന്നത് പോലെ ഖബർ സംസാരിക്കുമെന്നാണ്. നീ ആ കാരക്ക പള്ളിപ്പറമ്പിൽ പോയാൽ എല്ലാവരോടും ഖബർ സംസാരിക്കുന്നുണ്ട്, എല്ലാവരോടും ഖബർ സംസാരിക്കുന്നുണ്ട്. ഖബറിന് നാവുണ്ടെന്നാണ്. ആ സംസാരം നീ ഒരിക്കൽ കേൾക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ ഖബറാണെന്നുള്ള ഓർമ്മ വേണമെന്ന് പറയുന്നത്. ഖബറിനെ കുറിച്ച് പറഞ്ഞാ പേടിക്കാൻ പറഞ്ഞത്, ഖബർ കണ്ടാ കരയാൻ പറഞ്ഞത്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരമാ മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്, ഖബർ കണ്ടാ കരയണമെന്നാണ്. ആരാടോ കരയുന്നത്? ഖബർ വെട്ടുന്നവൻ പോലും കരയാറില്ല, ഖബറിൽ ഇറങ്ങുന്നവന് കരയാറില്ല, പലക നിരത്തുന്നവന് കരയാറില്ല, മണ്ണ് വെട്ടിയിടുന്നവന് കരയാറില്ല, ദുആ ചെയ്യുന്നവന് കരയാറില്ല, സിയാറത്തിന് പോകുന്നവന് കരയാറില്ല. നമ്മൾ അവിടെ നിന്ന് ഫോൺ വിളിക്കുമടോ, നമ്മൾ അവിടെ നിന്ന് തമാശ പറയുമടോ, നമ്മൾ അവിടെ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയുമടോ. ഖബറിന്റെ ചാരത്ത് നിന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് ഖബർ വെട്ടുന്നവന് മുണ്ട് മടക്കി കുത്തി വീടി വലിച്ചിട്ട് ഖബർ കുഴിക്കുന്നത്? അവനറിയില്ലടോ, അവനറിയില്ല ആ ഖബർ എന്താണെന്ന് അവൻ ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ സുറുബാ ഇല്ലാ വഹുവ യബ്കീ വയദ്രിബു അലാ സ്വദരി. നിനക്കെങ്ങാണം ആ ഖബറിന്റെ സ്വഭാവം അറിയുമായിരുന്നെങ്കിൽ, അതിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ അറിയുമായിരുന്നെങ്കിൽ, നീ രാഷ്ട്രീയം പറയൂല, നീ ഖബർ കുടിക്കൂല, ഖബറിനടുക്കൽ പോകൂല, നീ ചിരിക്കൂല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വയദ്രിബു അലാ സ്വദരി. വീടിനകത്തിരുന്നിട്ട് കടിക്കാൻ ഭക്ഷണമെടുത്ത് മുന്നിൽ വെച്ചാ നീ കരയും ബാപ്പാ, നീ നിലവിളിക്കും ചെറുപ്പക്കാരാ. നീ കടന്ന് പൊട്ടിക്കരയാതെ നിനക്കത് കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ ഖബർ ചോദിക്കുകയാ, എന്തിനാ കരയുന്നത്? നിനക്കറിയണോ ഞാനൊരു ജനാസയോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, എങ്ങനെയാ ഖബറേ? ഖബറങ്ങ് വിശദീകരിക്കുകയാണ്. മസഖത്തുൽ കുഫാർ വസദഖൽ മുഖ്ബസദഖൽ മുഖലതൈർ. ഖബർ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ അവന്റെ കഫം തുണികൾ വലിച്ചു കീറുകയാ, അവന്റെ കണ്ണു ചൂടുന്നെടുക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പിടഞ്ഞു വീണടോ, എന്നോട് പറയല്ലേ, എന്നോട് പറയല്ലേ, എനിക്കത് കേൾക്കാനുള്ള ധൈര്യമില്ല. ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാ, ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാ. നിലവിളിക്കുന്നത് കണ്ടപ്പോ ഖബർ പറഞ്ഞു, ഹല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ. രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അതാ വാഴ്ച കേൾക്കാൻ വന്നിരിക്കുന്ന, നല്ല കതറം ധരിച്ച് നെഞ്ചു വിരിച്ചിട്ട് ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന എന്റെ വാപ്പമാരോട് പറയട്ടെ, നീ നാട്ടുകാരുടെ മുമ്പിൽ വലിയവനാ, പള്ളിയുടെ പ്രസിഡന്റാ, സെക്രട്ടറിയാ, ഹാജിയാരാ, കാരുണ്യ പ്രവർത്തകരാ, എല്ലാവരും നിന്നെ കാണുമ്പോ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ഒരു കാര്യവുമില്ലടോ, ഒരു കാര്യവുമില്ലടോ. ഈ നാട് മുഴുവനും നീ നല്ലവനാണെന്ന് പറഞ്ഞാ നിനക്ക് സ്വർഗം കിട്ടൂല. എന്നാ
നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ സർവ്വ സ്വഭാവങ്ങളും അറിയുന്ന ഭാര്യ, ഒരു പുതപ്പിന്റെ കീഴിലല്ലേ നിന്റെ ഭാര്യ നിന്റെ കൂടെ കിടക്കുന്നത്. അവള് പറയണം നീ നല്ലവനായിരുന്നെന്ന്, അവള് പറയണം നീ നല്ലവനായിരുന്നെന്ന്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ ഖബറടക്കി ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, എന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു ആയിഷ? നബി തങ്ങളെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, കാന ഖുലുഖുഹു ഖുർആൻ, എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു. ആരാ പറയുന്നത്? ആയിഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ, നീ മരിച്ചുപോയാ നീ നല്ലവനായിരുന്നു എന്ന് നിന്റെ കൂടെ കണക്കുന്നവടെ കൊണ്ട് പറയിപ്പിക്കുവാപ്പാ. നാട്ടുകാരെ കൊണ്ടല്ല, ഒരിക്കലും പറയില്ലടോ, ഒരിക്കലും പറയില്ലടോ. കാരണം ഭാര്യമാരെ വഴുത് കേൾക്കുന്ന പെങ്ങൾക്ക് ധരിക്കാനുണ്ട്, തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, കിടക്കാൻ വീടുണ്ട്. അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിട്ടുണ്ട്. ചിരിച്ചും കളിച്ചും നടക്കുകയാണ് ഉമ്മമാര്. അവർക്ക് വസ്ത്രമുണ്ട്, സമ്പത്തുണ്ട്, കാറുണ്ട്, സ്വർണ്ണമുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, എല്ലാമുണ്ട്. എന്നാലും ഉമ്മയ്ക്കൊരു പ്രയാസമേ ഉള്ളൂ. അല്ലാഹുവേ, എന്റെ ഭർത്താവ് മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ അല്ലാ, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഉസ്താദേ, മക്കളെ ഓർത്തിട്ടാ ഉസ്താദേ പലപ്പോഴും മരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാലും ആഖിറം നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടി കൊണ്ടാ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവര് രണ്ടാമതായി സാക്ഷി പറയേണ്ടത് നിന്റെ ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ നല്ലവനായിരുന്നു എന്ന് ആര് പറയണം? പറ കാക്കമാരെ, ആര് പറയണം? ആര് പറയണം? ഉറക്കെ പറഞ്ഞേ. പെണ്ണ് കെട്ടാത്തവൻ ഭാര്യ എന്ന് പറയുന്നു. പെണ്ണ് കെട്ടി മക്കളും ഉള്ളവൻ മസിൽ പിടിച്ചിരിക്കുന്നു. അവൻ അറിയാം അവന്റെ ഭാര്യ ലോകത്താരും നല്ലവനാണെന്ന് പറഞ്ഞാലും നിന്നെക്കുറിച്ച് പറയൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറയുവോ? ചങ്കൂറ്റം ഉണ്ടോ? നീ നാട്ടുകാരെ മുഴുവനും കൊണ്ട് നീ നല്ലവനെന്ന് പറയിക്കും. എന്നാൽ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് നിന്റെ പെണ്ണുംപിള്ളയോട് ചോദിക്ക്, ഞാൻ മരിച്ചാ നീ നല്ലവനാണെന്ന് പറയൂ? പറയത്തില്ല ഉപ്പ. കൊന്നാലും പറയൂല. കാരണം നിന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും പറയൂല. കാരണം നിന്റെ സർവ്വ ഗുണവും 10-30 കൊല്ലമായില്ലേ കൂടെ കിടക്കാൻ തുടങ്ങിയിട്ട്. പൊട്ടിയെ പോലെ നടക്കുന്നുണ്ടെങ്കിലും എല്ലാം അറിയാതെ അതിങ്ങനെ നടക്കുന്നതാ. പലപ്പോഴും ആത്മഹത്യക്ക് തീരുമാനിച്ചിട്ടുണ്ട്. പലപ്പോഴും പെട്ടിയും പ്രമാണം എടുത്തിട്ട് വീട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മക്കളെ ഓർത്തിട്ട് സഹിക്കുന്നതാ. പെണ്ണുങ്ങൾ അങ്ങനെ. പല പെണ്ണുങ്ങളുടെയും പരാതി അവർ ഏറ്റവും കൂടുതൽ പറയുന്നത്, എല്ലാം എനിക്കുണ്ട് ഉസ്താദെ. എന്താ പുതിയാപ്പിള എന്താ പറയാ ഭർത്താവിന് എന്താ പറയാ? സ്റ്റേജിൽ ഇരിക്കുന്നവർ ഇരിക്കുക, പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കാനുള്ളതല്ലേ. അള്ളാഹു മരിച്ചുപോയോടെ ചങ്ങയുടെ അള്ളാഹു കബറുടെ മശാലായി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യ പറയോ, ഭർത്താക്കന്മാരെ സ്വർഗത്തിലും ഭർത്താക്കന്മാരായി കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭാര്യമാരെന്ന് കൈവക്കിക്കേ. നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. ഒന്ന് ആഗ്രഹമുള്ള ഭാര്യമാര് പൊക്കുന്നുണ്ടോന്ന് അല്ലാഹു ആലം. പടസം കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിലിരിക്കുന്ന പകുതിയും പൊക്കിയിട്ടില്ല. അതിന് കല്യാണം കഴിക്കാത്തതുകൊണ്ടല്ല, ഈ ചങ്ങാതി സ്വർഗത്തിലുണ്ടോ എന്നുള്ള പേടി കാരണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ചില ഭർത്താക്കന്മാരുണ്ട് വീട്ടിൽ ചെന്നിട്ട് പെണ്ണുമ്പിള്ളയോട് പറയും, ഉസ്താദ് പറഞ്ഞു കേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. എൻ്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. നിബിധങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മൂക്കിൽ നിന്ന് ചീഞ്ചല ഒഴുകി വന്നാലും നീ നക്കിയെടുക്കണം. അള്ളാഹു ആരോടെങ്കിലും സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ ചെയ്യണമെന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് ഭാര്യ അടുത്ത് പോയി പറയാം, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണമെന്ന്. ഈ പോയി പറയുന്ന ആരാന്നറിയാമോ? പേവെള്ളം അടിച്ചടക്കുന്നവൻ, നിസ്കരിക്കാത്തവൻ, അള്ളാഹുവെ പടച്ചവന് അള്ളാഹ്യം പേടിയില്ല, ഒന്നുമില്ലാതെ കഞ്ചാവ് അടിച്ച് കിടക്കുന്നവൻ പെണ്ണുമ്പോൾ എടുത്ത് പോയിട്ട് പറയുക, സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ ആദ്യം നിസ്കരിച്ച് നന്നാവാപ്പ. നീ വിചാരിച്ചിരിക്കണത് ഓള് പറഞ്ഞാൽ നീ പോകുന്ന. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഒരു ഭാര്യ പറയുക, നാട്ടുകാരെന്തും പറയും. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു
മരിക്കാൻ കിടക്ക. മോനോട് പറഞ്ഞു, മോനെ നീ പോയിട്ട് ആയിഷ ഉമ്മാനോട് ചോദിക്ക്, ഞാൻ മരിച്ച എൻ്റെ ജനാസ നബിതങ്ങളുടെ ഖബറിനടുക്കൽ അടക്കട്ടെ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉമർ തങ്ങളുടെ മകൻ പോയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല കണ്ട് ചോദിച്ചു. ആയിഷ പറഞ്ഞു, അമ്മ അടക്കോ? വാപ്പാടുത്ത് വന്ന് പറഞ്ഞു, വാപ്പാ ആയിഷ ഉമ്മ അനുവാദം തന്നു അടക്കിക്കൊള്ളാൻ. അപ്പൊ പറഞ്ഞു, മോനെ ഞാൻ മരിച്ചതിന് ശേഷം മയ്യത്ത് കൊണ്ടുപോകുമ്പോ രണ്ടാമതൊന്നുകൂടെ ചോദിക്കണം. എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ വെച്ചിട്ട് ഒന്നുകൂടെ ചോദിക്കണം. ജീവിച്ചിരിക്കുമ്പോ പറയും, ജീവിച്ചിരിക്കുമ്പോ ചിലപ്പോ പറയും, മരിച്ചതിന് ശേഷം പറയണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നീ നല്ലവനാണെന്ന് നാട്ടുകാരല്ല, നിന്റെ കൂടെ കിടക്കുന്നവള് പറയണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശദീകരിക്കുന്നില്ല. മൂന്നാമതാരാണ് പറയേണ്ടതെന്നറിയുമോ? മൂന്നാമതാരാണ് പറയേണ്ടതെന്നറിയുമോ? മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു വരികയാണ്. നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. പടച്ചവനെ, ആ യുദ്ധത്തിന്റെ പ്രത്യേകത ആയിഷ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നബിയും സ്വഹാബത്തും അവിടെ നിന്ന് യുദ്ധം കഴിഞ്ഞു വരുമ്പോ യാത്രയാണല്ലോ, ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. എന്നത്തതാ അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷാനെ പറഞ്ഞു വിടുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മലമൂത്ര വിസർജനം നടത്താൻ അവിടെ ആയിഷ ബീബി പോവുകയാണ്. പടച്ചവനെ, ആയിഷ പോയി തന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതാ ആയിഷ ബീബി വന്ന് തന്റെ കൂടാരത്തിൽ കയറുകയാണ്. അതാ തന്റെ വാഹനത്തിന്റെ മുകളിൽ വെച്ചിരുന്ന കൂടാരത്തിന്റെ അകത്ത് വന്ന് കയറുകയാ. എല്ലാവരും കണ്ടടോ, ആയിഷ ബീബി കയറുന്നത് എല്ലാവരും കാണുകയാണ്. പടച്ചവനെ, അതാ എന്നിട്ട് നബിതങ്ങൾ ആണുങ്ങളോട് പോകാൻ പറഞ്ഞു. സ്വഹാബികൾ പോവുകയാണ്. അവരുടെ ആവശ്യങ്ങൾ നടത്തി തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ആയിഷ ചിന്തിക്കുന്നത്, നാഥാ എന്റെ മാല കാണുന്നില്ലല്ലോ, കഴുത്തിലിട്ടിരുന്ന മാല കാണുന്നില്ല, കഴുത്തിലിട്ടിരുന്ന മാല കാണുന്നില്ല. പടച്ചറപ്പേ, കഴുത്തിലിട്ട മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തിരഞ്ഞിറങ്ങുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ മാല തിരഞ്ഞ് ഇറങ്ങി പോവുകയാണ്. പടച്ചവനെ, മാല കിട്ടിയടോ. ആയിഷ ബീബി ഇറങ്ങി പോയതാരും കണ്ടില്ല. ആയിഷ ബീബി പോയതാരും കണ്ടില്ല. ആരോടും പറയാതെയാണ് ഇറങ്ങിപ്പോയത്. എല്ലാ ആണുങ്ങളും തിരിച്ചു വന്നു കഴിഞ്ഞു. ആയിഷ ബീബി ഒട്ടകപ്പുറത്തിരിക്കുന്ന കട്ടിലിനകത്ത് ഉണ്ടെന്ന് കരുതിയിട്ടു അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ അവസാനം അവിടുന്ന് തിരിച്ചു വരികയാ. ആയിഷ ബീബി മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, നബിതങ്ങളും സ്വഹാബത്തും പോയി കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ല. മരുഭൂമിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. മരുഭൂമിയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. അല്ലാഹുവേ, അപ്പോഴാണ് അതാ മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ ഏറ്റവും പുറകിൽ വന്നാ മതി, എന്തെങ്കിലും കളഞ്ഞു പോയാൽ എടുത്തുകൊണ്ടുവരാൻ. അങ്ങനെ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. തന്റെ കുതിരയുടെ പുറത്തു വരുമ്പോ, തന്റെ ഒട്ടകത്തിന്റെ പുറത്ത് വരുമ്പോ അതാ വടിയോരത്തൊരു പെണ്ണിരിക്കുകയാണ്. ഹിജാബ് ധരിച്ചുകൊണ്ടൊരു സ്ത്രീ ഇരിക്കുകയാണ്. ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. പടച്ചവനെ, മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, ആരാ ഇരിക്കുന്നതാരാ? മഹദിയായ ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ആരാ? അവിടുന്ന് പറഞ്ഞു, ആയിഷ
മുത്തുനബിയുടെ ഭാര്യയായ ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ, ആയിഷയാണെന്ന് പറയുമ്പോ സഫ്വാൻ തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹ്, പടച്ചവനെ ഉമ്മയാണ്, നബി തങ്ങളുടെ ഭാര്യയാണ്. പടച്ചവനെ സഫ്വാൻ തങ്ങൾ പറഞ്ഞു, ഉമ്മ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കയറൂ, ഞാൻ കയറ് പിടിച്ചു മുമ്പിൽ നടക്കാമുമ്മ. ആയിഷ ബീവി റളിയല്ലാഹു തആല അതാ തന്റെ മുട്ടകപ്പുറത്ത് കയറ്റുകയാണ്. പടച്ചവനെ, സഫ്വാൻ തങ്ങൾ കയറ് പിടിച്ചുകൊണ്ട് മുമ്പിൽ ഇങ്ങനെ നടക്കുകയാണ്. നബി തങ്ങളും സ്വഹാബത്തും ഒരുപാട് യാത്ര ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് ആയിഷാനെ കാണുന്നില്ല. എല്ലാവരും ബേജാറിലായി, എല്ലാവരും യാത്ര അവിടെ നിർത്തുകയാണ്. അതാ മണിക്കൂറുകൾ കഴിയുമ്പോ ചെറുപ്പക്കാരനായ സഫ്വാൻ തങ്ങളും ആയിഷ ബീവിയും അതാ സഫ്വാൻ തങ്ങൾ നടന്നു വരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല വാഹനപ്പുറത്തിരിക്കുന്നു. അതാ നബി തങ്ങളെ കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പടച്ചവനെ യാത്ര തുടങ്ങാറായി. അപ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന അതാ മുനാഫിക്കായ മനുഷ്യരുണ്ടല്ലോ, അവര് മുസ്ലിമാണെന്ന് വെറുതെ പറഞ്ഞ് നടക്കുന്നവരാ. അവർക്ക് നബി തങ്ങളെ ഇഷ്ടമല്ല, ഇസ്ലാമിനെ ഇഷ്ടമല്ല. ആ മുനാഫിക്കീങ്ങൾ പറയുകയാ, ഒരു ചെറുപ്പക്കാരന്റെ കൂടെ 3-4 മണിക്കൂർ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്നല്ലോ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. രണ്ടുപേരും ചെറുപ്പക്കാരാണല്ലോ. സുബ്ഹാനല്ലാഹ്, കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാ. മദീന മുഴുവനും അറിയുകയാണ്. കാരണം നബി തങ്ങളുടെ കൂടെയുള്ളവരാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്നിരുന്നവരാണ് ആയിഷാനെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുന്നത്. പടച്ചവനെ, ഒരാളല്ല, ഒരു പഞ്ചായത്തല്ല, ഒരു നാട് മുഴുവനും ആയിഷാനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ വ്യഭിചരിച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് നാട് മുഴുവനും ചർച്ച ചെയ്യുകയാ. പടച്ചവനെ, സങ്കടമായിടോ, നബി തങ്ങൾക്ക് സങ്കടമായിടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സങ്കടം വന്നിട്ട് അതാ മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിൽ കയറുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മിമ്പറിൽ കയറുകയാണ്. എന്നിട്ട് വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങളെല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നിങ്ങളെല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാ പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് നബി തങ്ങൾ പറയുകയാ, ലാകിൻ വല്ലാഹി മാ അലിംതു അന്നഹി ഇല്ലാ ഖൈറാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറി നിന്നിട്ട് പറയുകയാ, എന്റെ ആയിഷയുണ്ടല്ലോ, ആരൊക്കെ ആയിഷാനെ കുറിച്ച് എന്ത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല, ഞാൻ വിശ്വസിക്കൂല. എന്റെ ഭാര്യ നല്ലവളാണ്, എന്റെ ഭാര്യ നല്ലവളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പള്ളിയുടെ മിഹ്റാബിൽ കയറി നിന്നിട്ട് ജനങ്ങളോട് പറയുകയാണ്, ആരൊക്കെ എന്ത് പറഞ്ഞാൽ എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാ. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ നടന്നവളാ. ഇന്ന് വരെ നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വരെ നല്ലതല്ലാതെ ഞാനൊന്നും കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാണ്, ആയിഷാ ബീവിയുടെ കാര്യത്തിൽ ഇനി അല്ലാഹു തീരുമാനിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ, അല്ലാഹുവേ, ഒരു പെണ്ണിന് സ്വർഗം വേണോ, ഒരു പെണ്ണിന് സ്വർഗം വേണോ,
ആ പെണ്ണിന് സ്വർഗത്തിൽ പോകാനുള്ള സാക്ഷി പറയേണ്ടത് ഭർത്താവാ. നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളായിരുന്നെന്ന്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, കാലം മാറിയടോ, കാലം മാറിയടോ. പടച്ചവനെ, ഒരു മെസ്സേജിന്റെ പേരില് അല്ലെങ്കിൽ ഒരു ഫോൺ കോളിന്റെ പേരില് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയുമ്പോ, ഭർത്താവിന്റെ ഉമ്മയാകട്ടെ, കൂടപ്പറപ്പാകട്ടെ, നാട്ടുകാരാകട്ടെ, ആരെങ്കിലും ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിനോട് എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാ അതോടുകൂടി തലാക്ക് പറയുന്നവരുണ്ടല്ലോ. ഭാര്യയോട് പറയുകയാ, വാരിക്കെട്ടി വീട്ടിൽ പൊക്കോ. എടാം നാട്ടുകാരെന്തെങ്കിലും ഒന്ന് പറയുമ്പോ, അയൽവാസി എന്തെങ്കിലും ഒന്ന് പറയുമ്പോ, അല്ലാഹുവേ പറയുകയാണ്, 25 കൊല്ലം നിന്റെ മക്കളെയും നോക്കി വീടും നോക്കി ഒരു വേലക്കാരിയെ പോലെ നിന്റെ വീടിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട ഭാര്യയോട് പറയുകയാ, ഒരു വാക്ക് കേട്ടപ്പോ അയൽവാസി പറഞ്ഞ, കൂട്ടുകാരൻ പറഞ്ഞ, അല്ലെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത്, കൂടുതലും പറയുന്നത് ഉമ്മമാരാണ്, അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളാണ്. അവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ 15ഉം 20ഉം വർഷം കൂടെ നിന്റെ കൂടെ കിടന്ന ഭാര്യ വിശ്വാസമില്ലാതെ അവളോട് പറയുകയാ, വാരിക്കെട്ടി വീട്ടിൽ പൊക്കോ. എന്തേ സഹോദരാ, അങ്ങനെ പറയരുതടോ, അങ്ങനെ പറയരുതടോ. തെറ്റ് ചെയ്യാത്ത ആരുമില്ല, പാപം ചെയ്യാത്ത ആരുമില്ല. ഇനി അങ്ങനെ സംഭവിച്ചെന്ന് തന്നെ കരുത്. ഒരു ഫോൺ കോളിന്റെ പേരില്, ഒരു ചാറ്റിങ്ങിന്റെ പേരില്, അവിടുന്ന് സംസാരിച്ചതിന്റെ പേരില് ഭാര്യ ഇറക്കി വിടാൻ, ഭാര്യയുടെ ബന്ധം അവസാനിപ്പിക്കുന്ന ഭർത്താവിനോട് നിനക്കെന്ത് യോഗ്യതയാ? ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുമോ? നീ ആരെയും ചാറ്റ് ചെയ്തിട്ടില്ലെന്ന്, നീ ആരെയും ഫോൺ വിളിച്ചിട്ടില്ലെന്ന്, ഒരു പെണ്ണിനോട് സംസാരിച്ചിട്ടില്ലെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? ഇന്ന് ഭാര്യയും ഭർത്താവും സ്നേഹമില്ലടോ, പരസ്പരം വഴക്കാണ്, ബഹളമാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ സഹോദരാ? നല്ലവരാണെന്ന് പറയുന്ന ഈ ഭർത്താക്കന്മാരോട്, ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? ഈ വഅദ് കേൾക്കാമെന്ന വാപ്പയോട് ചോദിക്കുകയാ, ഈ വഅദ് കേൾക്കാമെന്ന ഉമ്മ പെങ്ങന്മാരോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഒരേ ഒരു ദിവസം 24 മണിക്കൂർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയൽവാസി വിളിച്ചിട്ട് പറഞ്ഞടാ ചങ്ങാതി, നിന്റെ പെണ്ണുമ്പള്ള ഒരുത്തനുമായിട്ട് ചാറ്റുന്നുണ്ട്, കറങ്ങുന്നുണ്ട്, മോളെ വാരിക്കെട്ടി പോക്കോ, തീർന്നു. ഇവിടെ ഒരു നാട് മുഴുവനും ആയിഷ ബീബി റളിയല്ലാഹു തആല വ്യഭിചരിച്ചു എന്ന് പറയുകയാ. തെളിവുകൾ മുഴുവനും എതിരാ. ഒരു രാത്രിയിൽ 3-5 മണിക്കൂർ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു വന്നപ്പോൾ അള്ളാന്റെ റസൂൽ തന്നെ പള്ളിയുടെ മിഹ്റാബിൽ കയറി നിന്നിട്ട് പറയുക, എൻ്റെ ഭാര്യനെ കുറിച്ച് പറയണ്ട, എനിക്ക് വിശ്വാസമാ. മഹാനായ നബിയനാ റസൂലുള്ളാഹി. ഗൾഫിൽ കിടക്കുന്ന നിന്റെ ഫോണിൽ വാർത്ത വന്ന് നിന്റെ ഭാര്യ ചാറ്റി ഇങ്ങനെ വിളിച്ചു, സംസാരിച്ചു, കറങ്ങി പോയി, വാരിക്കെട്ടി പൊക്കോ. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ധൈര്യമുണ്ടോ ഈ മൊബൈൽ കൊണ്ടുപോയി നിന്റെ പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ 24 മണിക്കൂർ കൊടുക്കാൻ? നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ കൊണ്ടുപോയിട്ട് 24 മണിക്കൂർ സ്വന്തം പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ഇന്നാടി ഇത് വെച്ചോ എന്ന് പറയാനുള്ള ചങ്കൂറ്റ് നമുക്കുണ്ടോ? സ്റ്റേറ്റ് ബാങ്കിലും SBIയിലും ഒരു ബാങ്കിലും ഇല്ലാത്ത ലോക്കാ നിന്റെ മൊബൈലിന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ധൈര്യമുണ്ടോ? നീ അല്ലടാ ഒരു പെണ്ണുമ്പിള്ളയുടെ ഒരു ചാറ്റ് കണ്ടപ്പോൾ നീ പോകാൻ പറഞ്ഞല്ലോ. നിനക്ക് ചങ്കൂറ്റമുണ്ടോ വീട്ടിൽ കൊണ്ടുപോയിട്ട് പെണ്ണുമ്പിള്ളയുടെ കൈ കൊടുക്കാൻ? ഇന്നാടി വെച്ചോടി, ഇതിനെ താരാ വിളിക്കണ, ആരാ ചാറ്റണ നീ നോക്കിക്കോ. ഒരാഴ്ച നീ പോയി, ഒരു ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കക്കൂസി പോകുമ്പോൾ ഇത് കൊണ്ടാ പോന്നേ, ബാത്റൂമിൽ പോകുമ്പോഴും നീ ഇത് കൊണ്ടാ പോന്നേ. ധൈര്യം ഉണ്ടോ പെണ്ണെ നിനക്ക്? ധൈര്യം ഉണ്ടോ നിനക്ക്? നിന്റെ ഭർത്താവിന്റെ കയ്യിൽ മൊബൈൽ. എന്തിനാ ലോക്ക്? ഞാൻ ചോദിക്കുന്നത്, എന്തിനാ നിനക്ക് ലോക്ക്? എന്തിനാ ഭാര്യയും ഭർത്താവും? എടാ, നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത രഹസ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഭാര്യയും ഭർത്താവും? എന്തിനാ ലോക്കിടുന്നത്? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. എന്തിനാ സഹോദരൻ, എനിക്കിന്നും അറിയാത്തത് എന്തിനാ ഫോണിൽ ലോക്കിടുന്നത്? എൻ്റെ ഫോൺ നീ തൊടാൻ പാടില്ല, നോക്കാൻ പാടില്ല, ഭാര്യയും ഭർത്താവും. പിന്നെ എന്താ നോക്കണ്ടേ? പിന്നെ എന്താ നോക്കണ്ടേ? നിനക്ക് നിന്റെ പെണ്ണുമ്പിള്ളയും വിശ്വാസമില്ല, പെണ്ണുമ്പിള്ളയ്ക്ക് ഭർത്താവിനെയും വിശ്വാസമില്ല. തുറക്കണമെങ്കിൽ ലോക്ക്, ഗാലറി കയറണമെങ്കിൽ ലോക്ക്, വാട്സപ്പിൽ കയറണമെങ്കിൽ സെൻട്രൽ ലോക്ക്. ഉള്ളോ പടച്ചവനെ, എൻ്റെ ഒടുക്കത്തെ ലോക്ക് എല്ലാത്തിനും. ഇവിടെ കൊണ്ടുപോയി ചങ്കൂറ്റത്തോടെ വെച്ചുകൂട്, ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇതെങ്ങാണോ കൊണ്ടുകൊടുത്ത പെണ്ണുപിള്ള അന്ന് രാത്രി തന്നെ വീട്ടിൽ പോകും.
നീ പോണ്ട, നീ പറയണ്ട, അവൾ തന്നെ വാരിക്കെട്ടി പൊക്കോളും. അതാ നിന്റെ ജീവിതം. ഇതിനകത്താ നീ എങ്ങാണം മരിച്ചുപോയാ, ഈ സാധനം എങ്ങാണം കൊണ്ടുപോയിട്ട് കമ്പ്യൂട്ടറിൽ കുത്തിയിട്ടിട്ട് നിന്റെ പഴയ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ നമ്മുടെ അവസ്ഥ. വിശ്വാസം വേണം ചങ്ങാതി പെണ്ണുമ്പിള്ളേ, ഭാര്യ വിശ്വാസം ഉണ്ടാകണം. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എൻ്റെ ആയിഷ. അള്ളാഹിന്റെ റസൂല് പറയുന്നു, ലാക്കിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറ. എൻ്റെ ആയിഷയിൽ നിന്ന് നല്ലതല്ലാതെ ഞാനൊന്നും കണ്ടിട്ടില്ല. 25 കൊല്ലം ജീവിച്ചപ്പോൾ ആയിഷ നല്ലവള്, ആമിന നല്ലവള്, ഫാത്തിമ നല്ലവള്. പക്ഷെ ഒരു ചാറ്റിൽ കണ്ടപ്പോഴത്തേക്ക് അവൾ ഒന്നും കൊള്ളാത്തവളായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ വിചാരിക്കും ഉസ്താദ് ഞങ്ങൾക്കിട്ട് ഞങ്ങളുടെ കൂടാണെന്ന്. അങ്ങനെ വിചാരിക്കരുതട്ടാ. പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയാൻ എനിക്ക് പേടിയാ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഞാൻ സംഘാടകരെന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ഉണ്ടോ ഞാൻ വരില്ല, പേടിയാടോ. ഞാൻ പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 അവസരമുണ്ടെന്ന് 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ. ഇപ്പം എനിക്ക് 29 കേസുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 29 കേസിലെ പ്രതിയാ. സംഘാടകർക്ക് ലൈവ് ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി. എല്ലാവന്മാരും അവനവനെ പറ്റുന്ന രീതിയിൽ ക്ലിപ്പ് കട്ട് ചെയ്ത് അങ്ങിട്ടിടും. പിന്നെ കൊള്ളുന്ന നമ്മളല്ലേ. ഞാനിങ്ങനെ വനിതാ കമ്മീഷനും കയറി ഇറങ്ങി നടക്കുക, ആരും അറിയുന്നില്ലല്ലോ. സംഘാടകരുടെ ലൈവിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവർക്ക് ബേജാറാ. ഞാൻ ഉസ്താദ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു ലൈവുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഉസ്താദ്മാരോട് പറയും നമ്മളൊന്നും പറയാൻ പാടില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേസ്. ഇവന്മാർക്കിപ്പോൾ തന്നെ നമ്മൾ യൂട്യൂബിനകത്ത് പെണ്ണുങ്ങളെ ഇറക്കുന്ന കഥ പറഞ്ഞപ്പോഴത്തേക്ക് അത് ആരും എടുത്തിട്ട് വല്ലവൻ്റെ ഭാര്യയും പെണ്ണുങ്ങളെ ഇട്ടിട്ടും കിട്ടുക. എല്ലാത്തിനും അവനവന് നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എഡിറ്റ് ചെയ്തിട്ടിട്ട് അവനവൻ ഇട്ടവനൊന്നും അറിയണ്ട, അനുഭവിക്കണം നമ്മളല്ലേ. പേടിച്ചിട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടം അത്രയ്ക്ക് മോശമായി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാ, എൻ്റെ സഹോദരിമാരോട് പറയുക, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭർത്താവ് നിനക്ക് സാക്ഷി നിൽക്കണം, നീ നല്ലവളാണെന്ന്, നീ നല്ലവളായിരുന്നു എന്ന് നിന്റെ ഭർത്താവ് നിനക്ക് സാക്ഷി നിൽക്കണം. അങ്ങനെ ഉള്ളവളായി നീ ജീവിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെയുള്ളവളായാൽ മഹാനായ നബിയിന റസൂലുള്ളാഹി, ഉറക്കപ്പറ മഹാനായ നബിയിന റസൂലുള്ളാഹി. 10:30 നിർത്താറായ? ഞാൻ 10:30 നിർത്താന്ന് പറഞ്ഞു, അതുകൊണ്ടാ. കറക്റ്റ് 10:30 നിർത്താറായ? പിന്നെ നിങ്ങൾ മരുന്ന് വീട്ടിൽ ഇരിക്കണ പോലെ ഇരിക്കണം, അതുകൊണ്ടാ. പറയണോ നിർത്തണോ? ഒരു അരമണിക്കൂറും കൂടെ പറയണമെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ നിർത്താം. എന്ത് വേണം? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വളയും മോതിരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കിയാൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ സല്ലല്ലാഹു തിരക്കുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയി, കുഴപ്പമില്ല. ഇവിടെ നിന്നല്ലേ എഴുന്നേറ്റ് പോകാൻ പറ്റൂ? അസറായിൽ വരുമ്പോൾ എവിടെ പോകാൻ? വാഴലിന്റെ മജ്‌ലിസിൽ നിന്നല്ലേ ഇറങ്ങി ഓടാൻ പറ്റൂ? കൊണ്ടവരൊക്കെ പൊക്കോളി. എവിടെ വരെ ഓൻ തോടി എവിടെ വരെ ഓടും? ഓൻ തോടി എവിടെ വരെ ഓടും? അസറായിൽ വരുമ്പോൾ അവിടെ തന്നെ കിടക്കും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ബറക്കത്ത് വേണ്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കട്ടെ. ബറക്കത്ത് ബറക്കത്ത് അപ്പൊ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല. അതാ മസ്ലിം പിടിച്ചിരിക്കണേ. ഇവിടെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ടുകെട്ട് കൂടുതൽ കിട്ടില്ല അല്ല, പൈസ കൂടുതൽ കിട്ടുന്നതിനല്ല ബറക്കത്ത് എന്ന് പറയുന്നത്. 2 വീടുണ്ടാകുന്നതിനല്ല, ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാകുന്നതിനല്ല ബറക്കത്ത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? മഹാനായ നബിയിന റസൂലുള്ളാഹി സലാത്ത് പറഞ്ഞു. അതിന് നഷ്ടമൊന്നും വേണ്ട, പിശുക്കാനാ സലാത്ത് പറയാത്തത്. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളും സഹാബത്തും ഹംദക്കിൽ കിടങ്ങൊഴിച്ചുകൊണ്ടിരിക്കുക.
ഹന്തക്കിൽ കിടങ്ങ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വഹാബത്ത് പട്ടിണിയാ, വിശപ്പ, ഒന്നുമില്ല, കഴിച്ചിട്ടില്ല. സങ്കടം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് കമീസ് പൊക്കിയിട്ട് പറഞ്ഞു, കണ്ടോ നബിയെ, വയറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ടാ ഞങ്ങളൊക്കെ നടക്കണം, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. സങ്കടം പറഞ്ഞത് കണ്ടപ്പോ നബി തങ്ങൾക്ക് വലിയ പ്രയാസമായി. തന്റെ സ്വഹാബത്ത് മുഴുവനും വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കമീസ് പൊക്കി കാണിച്ചു. നോക്കുമ്പോ 2 കല്ല് വയറ്റിൽ വെച്ച് കെട്ടിയിരിക്കുക. മഹാനായ നബിയന റസൂലുള്ളാഹി. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? മാറുവോ? പറ കക്കന്മാരെ, മാറുവോ? നമുക്കറിയത്തില്ല. വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമെന്ന് വെച്ചാൽ നമുക്കറിയില്ല. എന്നാൽ നമ്മുടെ വാപ്പായിക്കൊരു അരയിൽ കിട്ടുന്ന ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു. ഉണ്ടോ? ഇവിടെ ബെൽറ്റ് ധരിക്കാറുണ്ടോ? ഉണ്ടായിരുന്നോ? വാപ്പ അത് അരയിലോട്ട് കെട്ടിക്കഴിഞ്ഞാൽ വാപ്പ നേരെ നിൽക്കും. അത് അരയിൽ കെട്ടിക്കഴിഞ്ഞാൽ വാപ്പ നേരെ നിൽക്കും. പൈസ സൂക്ഷിക്കാനൊന്നും അല്ലായിരുന്നു അത് അങ്ങനെ ആയിരുന്നു. അപ്പൊ സഹാബത്ത് നബിതങ്ങളുടെ മുമ്പിൽ പോയി കാണിച്ച്, നബിതങ്ങൾ ഇത് കാണിച്ചപ്പോ സഹാബത്തിന് അങ്ങ് സങ്കടമായി, കരയാൻ തുടങ്ങി. ചോദിക്കണ്ടായിരുന്നു, പറയണ്ടായിരുന്നു. മഹാനായ ജാബിർ തങ്ങളാണെന്ന് തോന്നുന്നു. നേരെ വീട്ടിൽ പോയിട്ട് തന്റെ ഭാര്യയോട് വെച്ചിട്ട്, പെണ്ണെ, നബിതങ്ങൾ വയറ്റിൽ കല്ലും വെച്ച് കെട്ടിയിട്ട് നിൽക്കാടി, വിശപ്പായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, വല്ലതും ഉണ്ടോ? ഒരിത്തിരി ഭക്ഷണം എടുക്കാം, ഇത്തിരി ചപ്പാത്തി, ഇത്തിരി ഇറച്ചിക്കറിയുണ്ട്, കൂടിപ്പോയ 2-3 പേര് കഴിക്കുക, അത്രേ ഉള്ളൂ. എന്നാ നീ അവിടെ നില്ല, ഞാനിപ്പോ വരാം, ചൂടാക്ക്, കറി എടുത്ത് അടുപ്പിവേ, ഞാൻ ഇപ്പൊ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നബിയെ, പതുക്കെ പോയിട്ട് പറഞ്ഞു, നബിയെ, എന്റെ വീട്ടിൽ ഇത്തിരി ചപ്പാത്തി ഇറച്ചിക്കറിയുണ്ട്, വാ നബിയെ, പോയി കഴിക്കാൻ വാ. നബി തങ്ങളോട് പതുക്കെ പോയിട്ട്, ഉസ്താദ് നിങ്ങളും അസിസ്റ്റന്റ് ഇമാമും വാ, 2 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടെന്ന് പറയുന്ന പോലെ, ഇന്ന് കൊള്ളതുണ്ട്, വാ നബിയെ. കേൾക്കേണ്ട താമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് വിളിച്ച, സഹാബ എല്ലാരും നിക്ക്, എല്ലാരും ജോലി നിർത്തുക, ജാബിറിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ട്, എല്ലാരും വരാം. സഹാബി പറഞ്ഞു, നബിയെ, ആകെ 3 പേർക്കുള്ളതേ ഉള്ളൂ, 3 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ കഷ്ടിച്ചുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും വരാൻ. 80 പേരുണ്ടായിരുന്നു. 80ഓളം വരുന്ന സഹാബത്തുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, എല്ലാരോടും വരാൻ. എന്നിട്ട് സഹാബിയോട് പറഞ്ഞു, അടുപ്പിൽ നിന്ന് ഇറച്ചിക്കറി ഇറക്കരുത്, ഞാൻ വന്നിട്ട് ചപ്പാത്തി ചൂടാവും, അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ ചെന്നു, സ്വന്തം കൈകൊണ്ട് റൊട്ടി ചുടാൻ തുടങ്ങി, ഇറച്ചിക്കറി കോരിക്കൊടുക്കാൻ തുടങ്ങി. 10 പേര് വന്നിങ്ങനെ കഴിച്ചു. 80 പേരും തിന്നു, പിന്നെയും ബാക്കി വന്നു. ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഈ നാട്ടിൽ നിനക്കൊരു പീടികയുണ്ട്. ഒരു മാസത്തിൽ നിനക്ക് എല്ലാ ദിവസവും 2000 രൂപ ലാഭമുണ്ട്. 30 ദിവസവും നിനക്ക് 2000 രൂപ ലാഭം. അതാണോ നല്ലത്? ഈ 30 ദിവസത്തിൽ ഒരു 5 ദിവസം 5000 ലാഭം, ബാക്കി എല്ലാ ദിവസവും നഷ്ടം. അപ്പൊ ഏതാ ഇതിന് നല്ലത്? ഈ 2000 ആണോ 5000 ആണോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? 30 ദിവസം 2000 കിട്ടുന്നതാണോ ലാഭം? അതോ 5 ദിവസം 5000 കിട്ടുന്നതാണോ ലാഭം? ഏതാ ലാഭം? ഉറക്കപ്പറ. 2000. ആ 2000 ആണെങ്കിലും അത് 30 ദിവസം കിട്ടുന്നുണ്ട്. ഇതാ ബർക്കത്ത്. അള്ളാഹു നൽകിയത് നിലനിന്ന് കിട്ടലാണ് ബർക്കത്ത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ കൈ മരിക്കുന്ന ദിവസം വരെ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ ഈ കൈ കൊണ്ട് ഉപയോഗമുള്ളൂ. കാലുകൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ, നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നെങ്കിൽ, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്നെങ്കിൽ, എങ്കിലേ നമ്മുടെ അവയവം കൊണ്ട് ഉപകാരമുള്ളൂ. അപ്പൊ അള്ളാഹു നൽകിയ നിഅമത്ത് മരിക്കുമ്പോൾ നിലനിന്ന് കിട്ടണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. ഈ ദിക്ർ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മരിക്കുന്നത് വരെ നിന്റെ വീട്, നിന്റെ കാറ്, നിന്റെ കട, നിന്റെ കച്ചവടം, നിന്റെ സമ്പത്ത് അള്ളാഹു എല്ലാം നിലനിർത്തി തരുമെന്ന് നബിയനാ റസൂലുള്ളാഹി. നബിയനാ റസൂലുള്ളാഹി ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? മട്ടൻ മന്തിയും തിന്നിട്ട് വെള്ളം വരെ കുടിച്ച് ഇവിടെ വരെ നിറച്ചിരിക്കുന്നവന് പിന്നെ വല്ലതും കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. വിശപ്പുള്ളവനാ വേണ്ടത്. നിങ്ങൾക്ക് വേണോ വേണ്ടേ? വേണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അവസാനം പറഞ്ഞു തരാൻ ദുആ ചെയ്യുന്നതിന് മുമ്പ് ആവശ്യമുള്ളവൻ അവിടെ ഇരിക്കും, രണ്ടാമത്തവൻ പൊക്കോട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾ വിചാരിച്ച ബർക്കത്ത് വെറുതെ കിട്ടുമോ? നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ കൈവയ്ക്കും. ആടിനെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കടോ? 1 2 3 4 5 പേര്.
അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. ഏത് വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനാ വളർത്തിയ? TV ഉണ്ടോ എല്ലാവരുടെ വീട്ടിൽ? കൈപൊക്കല്ലേ? കയ്യൊന്നും പൊക്കണ്ട, എനിക്ക് നാണം കെടാൻ വയ്യ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ഹാളിലും ഒന്ന് റൂമിലും ഒന്ന് കയ്യിലും ഉണ്ട് ഉസ്താദേ. എല്ലാ കൊച്ചു പിള്ളേരും സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നിങ്ങൾക്കറിയോ, മദ്രസയിൽ 1ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന ഒരു മകൻ മദ്രസ വിട്ട് വീട്ടിൽ വന്ന്, ഉമ്മ മൊബൈലിലാ, ഉമ്മ പോയി കുളിക്കടാ, സ്കൂളിൽ പോകാൻ സമയമായി, പോയി കുളിക്കടാ. ഉമ്മ പറഞ്ഞു പോയി കുളിക്കാൻ. തോർത്തും കയ്യിൽ കൊടുത്തു വിട്ടു മോന്റെ കയ്യിൽ. ഉമ്മ അടുക്കളയിൽ പോയിട്ട് പാത്രത്തിനകത്ത് ചോറ് വെക്കാൻ മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ. തന്റെ മകനെ കാണുന്നില്ല ഉമ്മ തന്റെ പൊന്നാര മകനെ കാണാതെ ബാത്റൂമിൽ ചെന്ന് നോക്കുമ്പോൾ, വാതിൽ ചവിട്ടി തുറന്ന് നോക്കുമ്പോൾ 7 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഉമ്മ കൊടുത്തുവിട്ട തോർത്തിനകത്ത് തൂങ്ങി നിൽക്കുകയാ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 1 വയസ്സോടെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 7 വയസ്സുള്ള ഒരു കുട്ടി ബാത്റൂമിനകത്ത് തൂങ്ങി നിൽക്കുന്നുണ്ടോ? എനിക്കറിയില്ല തൂങ്ങി മരിക്കേണ്ടത് എങ്ങനെയാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ, ഞാൻ പറഞ്ഞതല്ല, തിരൂരിൽ പത്രം വായിച്ചു നോക്കി. 2 ദിവസം മുമ്പ് സമസ്തയുടെ 100ാം വാർഷിക പ്രഖ്യാപനം ബാംഗ്ലൂരിൽ നടന്നു. തിരിച്ചു വരുന്ന വഴിയിൽ വയനാട് ചുരത്തിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് മണ്ണാർക്കാടുള്ള ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ ഞാൻ പോയി. തങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഉസ്താദെ, വയനാട് മാനന്തവാടിയിൽ വഴുതന പോവാ ഉസ്താദെ, ജനാസ കൊണ്ടുപോകാൻ പോകുന്നു, ഒന്ന് നിസ്കരിക്കാൻ. ഞാൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ 6 or 7 വയസ്സുള്ളൊരു കുഞ്ഞിന്റെ മയ്യത്ത് അവിടെ കിടക്കുന്നു മോർച്ചറിക്കകത്ത്. മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. എടോ, ആരാ പഠിപ്പിച്ചത്? നമ്മൾ. നമ്മുടെ മക്കളുടെ കൈ കൊടുത്തിരിക്കുക. വാപ്പ പട്ടി എറിയുന്ന ഫോണും കൊണ്ട് നടക്കുന്നു, മോൻ തലകണയിലത്രയുള്ള ടാബും കൊണ്ട് നടക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കുന്നത് നല്ലതാണെന്നില്ലേ? നിലവിളിക്ക് നീയൊക്കെ പെണ്ണുങ്ങളോട് പറയുമ്പോൾ നിനക്കൊന്ന് ഉറങ്ങണമെങ്കിൽ, ഒന്ന് കിടക്കണമെങ്കിൽ, ഒന്ന് സംസാരിക്കണം, കൊടുത്തുവിടുക. എല്ലാത്തിന്റെ കയ്യിലും മൊബൈല്. പാലുകുടി മാറാത്തത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. എല്ലാത്തിന്റെ കയ്യിലും മൊബൈല്. പടച്ചവനെ, ഞാൻ ചിന്തിച്ചു, എൻ്റെ മോൻ എൻ്റെ മൊബൈൽ എടുത്ത് വെച്ചിട്ട്, നമ്മളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കും, വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിങ്ങനെ എടുത്ത് വെച്ചു. അതുകൊണ്ട് എന്തോ പറയുന്നു. ഞാൻ ആലോചിച്ചല്ല, എന്താ കൊച്ചു കുട്ടികൾ അത്രയും കണ്ടുപിടിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരുടെ വീട്ടിലാ കോഴിയെ വളർത്തുന്നത്? കോഴിയുണ്ടോ? അൽഹംദുലില്ലാഹ്. ആരുടെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടോ അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. 3 ആട്ടുകല്ലുണ്ടോ വീട്ടില്? ഇവിടെ എന്താ അവസ്ഥ പറയാ? ഗെയിൻഡറിന് എന്താ പറയാ? മെഷീൻ വേറെപ്പാ. ഗെയിൻഡറിന് എന്താ പറയാ അവിടെ? അപ്പൊ ചമ്മന്തി അരയ്ക്കുന്നതിന് എന്താ പറയാ? എന്താ കാര്യം മനസ്സിലായോ? ആരുടെ വീട്ടിലാ ഉള്ളതൊന്ന് കൈ പൊക്കിക്ക. പെണ്ണുങ്ങൾ ആരെങ്കിലും ഒന്ന് പൊക്കിക്ക. ഗെയിൻഡറല്ല, അമ്മി. ഏതമ്മി? നിന്റെ ഉമ്മ പച്ചരിയും ഉഴുന്നു വിട്ടിട്ട് ഇങ്ങനെ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ ആട്ടുന്നൊരു കല്ലുണ്ടല്ലോ. യൂട്യൂബിൽ കയറി നോക്ക്, കാണാം. ഇപ്പത്തെ പെണ്ണുങ്ങൾ മുഴുവനും ജിമ്മിന് പോവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ? തടി കുറയ്ക്കാൻ ജിമ്മിന്. സുബ്ഹാനല്ലാഹ്. നീ മിറ്റം തൂത്തിട്ടുണ്ടോ? നീ ജിമ്മിന് പോയിട്ട് ചെയ്യുന്ന എക്സസൈസ് ഇങ്ങനെ പൊക്കല്ലേ? നിന്റെ ഉമ്മയെ ആ ചമ്മന്തി അരച്ച ആ കല്ലുണ്ടല്ലോ, അതാ ഏറ്റവും വലിയ. നീ ഇന്ന് അവിടെ പോയിട്ട് മിഷീൻ പൊക്ക അല്ലേ? ഇങ്ങനെ പടച്ചവനെ, ആ ആട്ടുകല്ലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് അരിയൊന്ന് ആട്ടി നോക്കിക്ക. നീ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നല്ലോ. തുണി കല്ലിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കഴുകത്തില്ലേ, ഒന്ന് അടിക്കത്തില്ലേ, ഒന്ന് പിഴിയില്ലേ? ഇതൊക്കെയായിരുന്നു നിന്റെ ഉമ്മാടെ എക്സസൈസ്. നിനക്ക് തടി കുറയ്ക്കാൻ ജിമ്മിൽ പോവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് ആണുങ്ങൾ നടത്തുന്ന ജിമ്മിലേ പോത്തുള്ളൂ, പെണ്ണുങ്ങളെ വേണ്ട. ആണുങ്ങളുള്ള ജിമ്മിൽ പോകുന്നത് പ്രത്യേകത. ഉസ്താദ് ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. ഒരു കുട്ടി എന്നോട് ചോദിക്കുന്നു, ഉസ്താദ് എൻ്റെ ഉമ്മ ഡ്രൈവിങ്ങിന് പോകുന്ന ആണിന്റെ കൂടെയാണ്. ആ കുഞ്ഞിന് ബോധമുണ്ട്, ആ ഉമ്മയ്ക്ക് ബോധമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതെന്തേ? അത് ആണുങ്ങളാകുമ്പോൾ വണ്ടി ഓടിക്കാൻ ഇത്തിരി ധൈര്യം കിട്ടും. ആരെ തല്ലണം? ഭർത്താവെന്ന് പറയുന്നവൻ. അവൻ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 4 മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ഉണ്ടോ വീട്ടിൽ? കറിച്ചട്ടി ഉണ്ടോ വീട്ടിൽ? അത് പിന്നെ എല്ലാത്തിന്റെ വീട്ടിലുണ്ട്. ഇപ്പൊ ചട്ടിച്ചോറാണ് കടയിലെ ഏറ്റവും ഫേമസ്. അപ്പൊ അവൻ ചട്ടിയും കൊണ്ടാ വീട്ടിൽ പോകുന്നത്. പിന്നെ കൊണ്ടുപോ, ചട്ടി തന്ന 100 രൂപ തിരിച്ചു തരും, ഇല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന ബിസിനസ്.
അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പം നാളെ രാവിലെ ഇവിടെ ഏതാ മാർക്കറ്റുള്ളത്? ഇവിടുത്തെ മാർക്കറ്റ് ഏതി എങ്ങാതി? പാറക്കടവ് നല്ല മാർക്കറ്റാ. നാളെ പോകണം, ഒരാട്ടുംകുട്ടിയെ വാങ്ങണം, 3 കോഴിയെ വാങ്ങണം, ഈ പറഞ്ഞ കല്ലും ചട്ടിയും വാങ്ങണം. എന്നിട്ട് വീട്ടിൽ വന്ന് പഴയതുപോലെ ജീവിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഘാടകർ ബക്കറ്റ് എടുത്തു, കുറേ നേരമായി എടുത്തു വെച്ചിട്ട്. ഇൻഷാ അള്ളാഹ് എല്ലാവരും ഒന്ന് മുകളിലേക്ക് നോക്കിക്കേ. വല്ലതും കാണുന്നുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? ആകാശം കാണുന്നുണ്ട് ഉസ്താദ്? ഇല്ലേ, ഇല്ല. ഒരു മലക്ക് ഉണ്ട് നിന്റെ തലയുടെ മുകളിൽ. നിങ്ങളുടെ എല്ലാവരുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റ് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹു നിനക്ക് തന്നതിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് ആ ബക്കറ്റിന്റെ അകത്തിട്ടാല് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് റബ്ബിനോട് ദുആ, പടച്ചവനെ ഉള്ളതിൽ പങ്കു കൊടുത്തു റബ്ബേ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഉസ്താദല്ല, ഹാഫിളല്ല, ആലിമല്ല, തങ്ങളല്ല, നബിയല്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.